ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെബി. ഞാൻ ട്രേഡ് മാക്സ് അക്കാദമിയിലെ ക്രിപ്റ്റോയുടെ മെമ്പറാണ്. ദിവസങ്ങൾ പഠിച്ചത് ക്യാൻഡിൽസിനെ പറ്റിയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സപ്പോർട്ട് എന്താണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്. ഒരുപാട് പ്രൈസ് ആക്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ട്രേഡേഴ്സ് നോക്കുന്ന ഒരു കാര്യമാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും. മാർക്കറ്റിൽ ഇത് വർക്കിങ്ങും ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും സപ്പോർട്ട് എന്താണ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ക്യാൻഡിൽസിനെ പറ്റിയൊക്കെ പഠിച്ചെങ്കിലും നമ്മൾ എൻട്രിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് ഈ സപ്പോർട്ടിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ തന്നെ നമുക്ക് സപ്പോർട്ട് എന്താണ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ നോക്കാം. സപ്പോർട്ട് എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് എപ്പോഴും ഒരു ഫ്ലോർ പോലെയാണ്. നമ്മളൊരു ബോൾ മുകളിലേക്ക് എറിയുന്നു എന്ന് കരുതിക്കോ, ആ ബോൾ താഴത്തേക്ക് വരുമ്പോൾ ഈ ഫ്ലോറിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫ്ലോർ തട്ടി ബൗൺസ് ബാക്ക് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ചില ഏരിയകളിൽ മാർക്കറ്റ് എത്തുമ്പോൾ മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഏരിയയാണ് നമ്മൾ മാർക്കറ്റ് എവിടെയൊക്കെയാണോ ഒരുപാട് തവണ 3 അതിൽ കൂടുതലോ തവണ മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്നത്, ആ ഏരിയകളിൽ നമ്മൾ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നു. ഈ ഏരിയയിൽ മാർക്കറ്റ് എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ആ റേഞ്ച് എത്തുമ്പോൾ തന്നെ അവിടുന്ന് ബൈയിങ് പ്രഷർ ആരംഭിക്കുന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അപ്പം ആ ഏരിയകളിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഏരിയയിൽ മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷർ നടക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ട്രേഡ്സിന് വേണ്ടി പ്ലാൻ ചെയ്യാം. ഇതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു ബോൾ മുകളിലേക്ക് എറിയുന്നു, ഈ ബോൾ മുകളിലെ സീലിംഗ് തട്ടിയിട്ട് വീണ്ടും താഴത്തേക്ക് വരും. നമ്മൾ എത്ര തവണ ബോൾ മുകളിലേക്ക് എറിഞ്ഞാലും ഈ ഒരു സീലിംഗ് തട്ടുന്നു, താഴെ വരുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ ഒരു 3 തവണ സപ്പോർട്ടിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോ 3 തവണ ടാപ്പ് ചെയ്യുന്ന ഏരിയകളിലാണ് നമ്മളൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മൾ വെറുതെ സെൽ ഓപ്പർച്യൂണിറ്റി എടുക്കുകയല്ല, നമ്മൾ നേരത്തെ പിടിച്ച ക്യാൻഡിൽസിനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സപ്പോർട്ടിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോ നമ്മൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു റേഞ്ചിലേക്ക് ട്രേഡിന് വേണ്ടി നോക്കുന്നത്. നമുക്ക് ചാർട്ടിലേക്ക് നോക്കാം. ചാർട്ടിൽ എവിടെയാണ് സപ്പോർട്ട്, എവിടെയാണ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് ചാർട്ടിലേക്ക് പോകാം. നമ്മുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ ഒരു ഏരിയയിൽ നോക്കിയേ, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ 1, 2, 3, 4 തവണ എന്ത് ചെയ്തു? ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് ഇവിടെ താഴത്തേക്ക് പോയി ഫോൾ ആയി, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് ഫസ്റ്റ് ടാപ്പ് ചെയ്തു, സെക്കൻഡ് ടാപ്പ് ചെയ്തു. ഈ തേർഡ് ടാപ്പിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഏകദേശം ഒരു 2000 പോയിന്റ് കൂടുതൽ എങ്ങനെ പോയാലും ഇവിടെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നടന്നു കാണും. നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ മാർക്കറ്റ് ഏകദേശം 2700 പോയിന്റ് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തു. നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടില്ലേ, ഈ കാണുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. മാർക്കറ്റ് എന്ത് ചെയ്തു? 1 തവണ ടാപ്പ് ചെയ്തു, 2 തവണ ടാപ്പ് ചെയ്തു, 3 തവണ ടാപ്പ് ചെയ്തു, 4 തവണ ടാപ്പ് ചെയ്തു. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് കണ്ടുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം? ഒരു മുകളിലേക്കുള്ള ട്രേഡ്സ് നോക്കാം. ഓൾറെഡി നിങ്ങൾ സപ്പോർട്ട് ഏരിയയിൽ നമുക്ക് മുകളിലേക്കുള്ള ട്രേഡ്സുകളും അല്ലെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റികളും, റെസിസ്റ്റൻസ് നമുക്ക് സെല്ലിങ് ഓപ്പർച്യൂണിറ്റികളാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാമർ ക്യാൻഡിലൊക്കെ ഇവിടെ ഈ സപ്പോർട്ട് ഏരിയയിലൊക്കെ കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാമർ ക്യാൻഡിലിനെ പറ്റിയൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നത്, ഇതൊരു ഹാമർ ക്യാൻഡിലാണ്, നമ്മൾ സപ്പോർട്ട് ഏരിയയാണ്, ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സപ്പോർട്ട് ഏരിയയാണ്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാമർ ക്യാൻഡിൽ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഏരിയകളിലൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ സപ്പോർട്ട് ഏരിയകളിൽ മാർക്കറ്റ് വരുമ്പോൾ ഇവിടെ ഈ ഹാമർ ക്യാൻഡിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊരു ട്രേഡ്സുകളൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം നമ്മുടെ സപ്പോർട്ട് ഏരിയകളിൽ നമ്മൾ ക്യാൻഡിൽസിനെ കണക്ട് ചെയ്യാൻ. നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു സോണിലേക്ക് നമ്മൾ നോക്കിയാൽ, നമ്മൾ ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയിൽ ഇതൊരു അത്യാവശ്യം റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടെ ഒരു ടാപ്പ് ചെയ്തു, മാർക്കറ്റ് ഇവിടെ രണ്ടാമത് ടാപ്പ് ചെയ്തു. നമ്മളൊരു 3ാമത്തെ ടാപ്പിങ്ങിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? താഴത്തേക്ക് ഒരു ട്രേഡ്സ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ചാർട്ടിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണക്ട് നമുക്ക് അറിയാൻ, അല്ലെങ്കിൽ നമ്മുടെ ക്യാൻഡിൽസ് അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു ട്രേഡ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് എന്താണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിലേക്ക് എന്ത് ചെയ്യുക? ഈ സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും നമ്മൾ നമ്മുടെ ക്യാൻഡിൽസിനെയൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡുള്ള നല്ലൊരു എൻട്രി എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.